സമത്വം ഒരു ആനുകൂല്യമല്ല, ഓരോരുത്തരുടെയും ജന്മാവകാശമാണ്. ഇത് വെറും ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് ഒരു പോരാട്ടമാണ്. ഫൂലെ സിനിമ പ്രേക്ഷകരിലെത്തിക്കാൻ ഇത്തരം ഒരു പോരാട്ടം നടത്തുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ. സാമൂഹിക പരിഷ്കർത്താക്കളായ ജ്യോതിബ ഫൂലെയുടെയും ഭാര്യ സാവിത്രിബായിയുടെയും ജീവിതകഥ പറയുന്ന സിനിമയാണ് ഫൂലെ. പ്രദീപ് ഗാന്ധിയെയും പത്രലേഖയും കേന്ദ്ര കഥാപാത്രമാക്കി ആനന്ദ് മഹാദേവൻ സംവിധാനം ചെയ്ത സിനിമയുടെ ട്രെയിലർ മാർച്ച് 24 റിലീസ് ചെയ്തിരുന്നു. ജ്യോതിബ ഫൂലെ ജയന്തി ആഘോഷിക്കുന്ന ഏപ്രിൽ 11 സിനിമ റിലീസ് ചെയ്യാനിരുന്നത്. എന്നാൽ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം മഹാരാഷ്ട്ര ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന കുറച്ചു പേർ ചേർന്ന് സിനിമയിലെ ജാതീയ പരാമർശങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് സെൻസർ ബോർഡിനെ സമീപിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് 12ഓളം ജാതീയ പരാമർശങ്ങൾ വെട്ടിമാറ്റാൻ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ജാതീയ പരാമർശങ്ങൾ വെട്ടിമാറ്റിയതിനു ശേഷം ഏപ്രിൽ 25 സിനിമ തിയേറ്ററിൽ എത്തുക. ദളിതരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ജ്യോതിബ ഫൂലെയുടെയും ഭാര്യ സാവിത്രിബായിയുടെയും യഥാർത്ഥ ജീവിത സംഘർഷങ്ങളാണ് ഇവിടെ വെട്ടിമാറ്റുന്നത്. ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്ന ജാതീയത പരാമർശിച്ചതിന്റെ പേരിൽ ബ്രാഹ്മണ സമൂഹത്തിനുണ്ടായ മനപ്രയാസങ്ങൾ സിനിമയിലെ ഈ വെട്ടുകൾക്ക് കാരണമാണ്. ജാതി വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വോയിസ് ഓവർ നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മാതാക്കളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മഹർ, മനു തുടങ്ങിയ പദങ്ങൾ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബ്രാഹ്മണർ ഫൂലെ സിനിമ ഇത്രയും ഭയപ്പെടുന്നത്? ജാതീയതയും അസമത്വവും കൊണ്ട് വിഭജിക്കപ്പെട്ട ഒരു രാജ്യത്ത് ഓരോ മനുഷ്യന്റെയും സത്യത്തിനും നീതിക്കും വേണ്ടി ഒരു മനുഷ്യൻ നിലകൊള്ളാൻ തീരുമാനിച്ചു. അത് മറ്റാരുമല്ല, മഹാത്മാ ജ്യോതിറാവ് ഫൂലെ. 1827 ഏപ്രിൽ 11 മഹാരാഷ്ട്രയിലെ ഒരു കർഷക കുടുംബത്തിലാണ് ജ്യോതിറാവ് ഫൂലെ ജനിച്ചത്. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിൽ താഴ്ന്ന ജാതിയായി കണക്കാക്കപ്പെട്ടിരുന്ന മാലി ജാതിയിൽ ജനിച്ചതുകൊണ്ട് വിദ്യാഭ്യാസം നേടുക എന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. 1848 ഒരു ബ്രാഹ്മണ സുഹൃത്തിന്റെ വിവാഹവേദിയിൽ വെച്ച് അദ്ദേഹം തന്റെ ജാതിയുടെ പേരിൽ അപമാനിക്കപ്പെട്ടു. ആ നിമിഷമാണ് എല്ലാം മാറ്റിമറിച്ചത്. ജാതി വ്യവസ്ഥ പവിത്രമല്ലെന്ന് ഫൂലെ മനസ്സിലാക്കി. അത് അടിച്ചമർത്തലായിരുന്നു. അതേ വർഷം തന്നെ അദ്ദേഹവും ഭാര്യ സാവിത്രിബായിയും ചേർന്ന് താഴ്ന്ന ജാതിക്കാരായ പെൺകുട്ടികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചു. അവരുടെ പ്രവർത്തനം വിപ്ലവകരമായിരുന്നു. പ്രത്യേകിച്ച് ദളിത് സമുദായങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഭീഷണികൾ അവർക്കുണ്ടായിരുന്നു. എന്നിട്ടും അവർ കൂടുതൽ സ്കൂളുകൾ തുറന്നു, രാത്രി ക്ലാസുകൾ ആരംഭിച്ചു. ഗർഭിണികളായ വിധവകൾക്ക് ഒരു വീട് പോലും തുറന്നു കൊടുത്തു. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫൂലെ പോരാടി. ശൈശവ വിവാഹത്തിനെതിരായ ശക്തമായി നിലകൊണ്ടു. എല്ലാ ജാതികളെയും എല്ലാ വിശ്വാസങ്ങളെയും സ്വാഗതം ചെയ്യുകയും സമത്വം, സാമൂഹിക ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനായി 1873 ഫൂലെ സത്യശോധക് സമാജക് സ്ഥാപിച്ചു. ജാതി അടിസ്ഥാനമാക്കിയുള്ള തൊട്ടുകൂടായ്മയ്ക്കെതിരായ നേരിട്ടുള്ള വെല്ലുവിളിയായി അദ്ദേഹം തന്റെ സ്വകാര്യ കിണർ എല്ലാവർക്കും തുറന്നു കൊടുത്തു. 1873 പ്രസിദ്ധീകരിച്ച ഫൂലെയുടെ ഗുലാംഗിരി എന്ന പുസ്തകം ജാതീയമായ അടിച്ചമർത്തലിനെ അമേരിക്കൻ അടിമത്തവുമായി താരതമ്യം ചെയ്തു. 1888 മഹാത്മാ എന്ന പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1890 അദ്ദേഹം അന്തരിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നിലനിന്നു. ഡോക്ടർ BR അംബേദ്കറെയും ഭാവിയിലെ ദളിത് പ്രസ്ഥാനങ്ങളെയും ആഴത്തിൽ അവ സ്വാധീനിച്ചു. ജ്യോതിറാവ് ഫൂലെ വെറുമൊരു പരിഷ്കർത്താവ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു വിപ്ലവകാരിയായിരുന്നു. സത്യത്തിനും വിദ്യാഭ്യാസത്തിനും അനീതികളെ വെല്ലുവിളിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. വ്യവസ്ഥിതികൾ അനുസരിച്ച് ജാതി തുറന്നു കാട്ടുന്നവർ ജാതിവാദികളാണ്. അതിൽ നിന്ന് പ്രയോജനം നേടുന്നവർ ആരാണോ അവർ അവരുടെ ജാതി പാരമ്പര്യം സംരക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ജാതി വ്യവസ്ഥ ഇല്ലെങ്കിൽ ഫൂലെയെ ചൊല്ലി ബ്രാഹ്മണർ അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സംവിധായകനും നടനുമായിട്ടുള്ള അനുരാഗ് കാശ്യപ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു.
പോസ്റ്റിൽ ഇത്തരം ദളിത് റെപ്രസെന്റേഷൻ വരുന്ന സിനിമകൾക്കെതിരെയുള്ള മോഡി സർക്കാരിന്റെ അവഗണനയെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. വിവാദങ്ങൾക്കും വെട്ടിത്തിരുത്തലുകൾക്കും ശേഷം ഏപ്രിൽ 25-ന് സിനിമ റിലീസ് ചെയ്യും. ഒരു സർട്ടിഫിക്കറ്റിനേക്കാൾ കൂടുതൽ സിനിമയ്ക്ക് ആവശ്യം സത്യങ്ങളാണ്. സത്യത്തിനു വേണ്ടി പോരാടിയവരെ നിശബ്ദരാക്കുന്ന ചരിത്രം ഇനി ആവർത്തിക്കാതിരിക്കട്ടെ.